ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു കുട്ടി സൺഡേ വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉള്ളു വീഡിയോ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മളിത് വീഡിയോ ആക്കി എടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. നമുക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ടോ അത്രയും സബ്സ്ക്രൈബറും നമ്മുടെ ഫാമിലിയാണ്. പിന്നെ അതുകൂടാതെ ഇനി നമുക്ക് സബ്സ്ക്രൈബറിനൊക്കെ ലഭിക്കും, അപ്പം അവരും നമ്മുടെ ഫാമിലിയിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത് കുഞ്ഞു സന്തോഷങ്ങളാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇതൊരു വീഡിയോ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീഡിയോയിലോ ഷോർട്സിലോ എന്തെങ്കിലും സജഷൻസ് ആർക്കെങ്കിലും തരാനുണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കുന്നത്. കാരണം നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരും നമ്മുടെ വീഡിയോ കണ്ട് അഭിപ്രായം പറയുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവാനും ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ, നിങ്ങൾ ചെയ്യുന്നതിൽ ഇത്ര പോരായ്മയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. നമ്മളത് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയല്ലേ നമ്മളെല്ലാവരും ഒന്ന് ഒരു ഫാമിലി ആവുന്നത്. അതുകൊണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതൽ പറഞ്ഞ് ഓവറാക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ സൺഡേ വ്ളോഗിലേക്ക് പോകാം. ഞാനും അമ്മയും കൂടെ രാവിലെ തന്നെ പാവുമ്പ അമ്പലത്തിൽ പോയായിരുന്നു. നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് പാവുമ്പ എന്നാണ്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള അവിടുത്തെ അമ്പലം. അപ്പം നമ്മൾ അവിടെ പോയി നടയെല്ലാം തൊഴുത് നേരെ വീട്ടിലോട്ട് പോയിരുന്നു. അമ്മ എന്തുവാ അമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്? ആണോ? എന്തൊക്കെയുണ്ട് പഴങ്കഞ്ഞിയിൽ ചോറ് ഇന്നലെ ഇട്ട് വെച്ചാണോ? ഇന്നലെ മുളകും ഉള്ളി കൂടെ അരിഞ്ഞിട്ട് വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ചീനിയുണ്ട് ഇന്നലെ വേവിച്ചത്, പിന്നെ മീൻകറിയുണ്ട്, പപ്പടമുണ്ട്, മോരുകറിയുണ്ട്, പിന്നെ മുളകുണ്ട്, പിന്നെ ഉണക്കമീൻ വേണമെങ്കിൽ വറക്കാം. അന്നേരം അപ്പോൾ അമ്മ രാവിലെ പഴങ്കഞ്ഞിയാണ് സെറ്റ് ചെയ്തത്. ഇന്നലെ രാത്രി തന്നെ അമ്മയോട് പറഞ്ഞായിരുന്നു എനിക്ക് പഴങ്കഞ്ഞി മതിയെന്നാണ്. അതുകൊണ്ട് അമ്മ രാത്രി തന്നെ ചോറ് വെള്ളത്തിലിട്ട് മുളകും ഉള്ളിയെല്ലാം ഇട്ട് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് രാവിലെ ആയപ്പോൾ അമ്മ ആ ഇന്നലത്തെ മീൻകറിയും ചീനിയും എല്ലാം എടുത്ത് ചട്ടിയിൽ വെച്ച് എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇതാ അടിപൊളി പഴങ്കഞ്ഞി കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം പോകും കേട്ടോ. എല്ലാം ഉണ്ട്, മീൻ വറുത്തതുണ്ട്, ചീനിയുണ്ട്, പപ്പടമുണ്ട്, ഇന്നലത്തെ മീൻകറിയുണ്ട്, മോരുണ്ട്, പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ സൂപ്പറായിട്ടോ. അങ്ങനെ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം ഞാനും അനിയനും കൂടെ ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ. നമ്മുടെ ഏരിയയിൽ ഒരു കൂടുതൽ ആൾക്കാരും വരുന്നത് ഇവിടെയാണ്. അവിടെ നല്ല ഓഫറുണ്ട്, സാറ്റർഡേയും സൺഡേ ഒക്കെ നല്ല ഓഫർ ഉണ്ടെങ്കിൽ അത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അതനുസരിച്ച് ആളുകൾ വരും. പച്ചക്കറിക്കായാലും എല്ലാത്തിനും നല്ല ഓഫർ റേറ്റിലിടും. അപ്പോൾ റേറ്റ് കുറയ്ക്കുന്നത് കൊണ്ട് ആൾക്കാർ കൂടുതലായിട്ട് വരും. ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഓഫറിൽ കിട്ടുന്ന സാധനങ്ങളാട്ടോ. പച്ചക്കറി ആയാലും അതിൻ്റെ റേറ്റ് എല്ലാം എഴുതി എടുക്കും, നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഉള്ളി ആയാലും ഒരു ഉള്ളി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അതേ തൂക്കത്തിലുള്ള ഉള്ളി ഫ്രീ. അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്മ വീട്ടിൽ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഉച്ചയായി നമ്മൾ എത്തിയപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ അയ്യത്തോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ തെങ്ങിൽ ആദ്യമായിട്ട് കുറച്ച് തേങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് നേർച്ചയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് പിന്നെ ബാക്കി വന്നത് നമ്മൾ ഷെയ്ക്ക് അടിക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴേ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് മന്തി ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈ ആണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കുറേ കണ്ട് റെസിപ്പി ഏകദേശം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കടയിൽ പോയി വലിയ പീസിൽ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം വലിയ പീസിൽ നമ്മൾ ബിരിയാണിക്കാന്ന് പറയുമ്പോൾ അത്രയും വലിയ പീസ് നമുക്ക് കിട്ടും. അങ്ങനെ ആ പീസിൽ മേടിച്ച് കൊണ്ടുവന്ന് ഞാൻ മസാലയൊക്കെ പെട്ടെന്ന് കുറച്ച് പരിപാടിയുണ്ട്. എങ്ങനെ ആവും, സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ട്രൈ ചെയ്യുന്ന നോക്കാമെന്ന് കരുതി. കാരണം നമ്മളിങ്ങനെയൊക്കെയല്ലേ പുതിയ പുതിയ റെസിപ്പീസ് ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിയതാണ്. അപ്പം സക്സസ് ആയാലും ഇല്ലെങ്കിൽ ആരും ഒന്നും പറയും. നമ്മൾ ചുമ്മാ ഓരോന്ന് ഉണ്ടാക്കി നോക്കിയാലല്ലേ, ഉണ്ടാക്കിയാൽ കുളമായാലും ഇല്ലെങ്കിലും നമ്മൾ തന്നെ കഴിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ട്, കൊള്ളാവോ നോക്കാമല്ലോ. ഞാൻ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഉള്ളിലോട്ട് അതിൻ്റെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഇട്ടു. പിന്നെ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഉണ്ടല്ലോ, ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതെല്ലാം ഇട്ടു. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മാഗി ക്യൂബ് ഉണ്ടല്ലോ, അത് നമുക്ക് 2 എണ്ണം മേടിച്ച് അതിനകത്ത് 3 എണ്ണമായിട്ട് നമുക്ക് 3-4 എണ്ണമായിട്ട് കിട്ടും. അങ്ങനെ അത് 3 എണ്ണം അതിനകത്തോട്ട് ചേർത്തോട്ട്. ഇത് അതിനകത്ത് മെയിനായിട്ടുള്ള സാധനം കേട്ടോ. പിന്നെ കുരുമുളക് ഇട്ടു. പിന്നെ കുറച്ച് തക്കാളി സോസ് വേണം. എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമായതുകൊണ്ട് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പിന്നെ കുറച്ച് നെയ്യ് വേണമായിരുന്നു. നെയ്ക്ക് പകരം വെജിറ്റബിൾ ഓയിലാണ് ഒന്നുകൂടെ നല്ലത്. അതുകൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ട് ഞാൻ നല്ലതായിട്ട് ഇളക്കിയിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അങ്ങനെ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമ്മൾ ഇട്ട് വെച്ചിരുന്ന കരിക്കുണ്ടല്ലോ, അത് നമ്മുടെ കിത്തൂസ് ഷേക്ക് ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവൻ എപ്പോഴും അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കത്തില്ലെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അങ്ങനെ അതെല്ലാം കുടിച്ചതിന് ശേഷം നമ്മൾ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഹാഫ് കുക്ക് ആവുന്നിടം വരെ എടുക്കാവുള്ളൂ. ഫുള്ള് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മന്തി കിട്ടത്തില്ല.
അങ്ങനെ ചിക്കൻ്റെ ആ മസാല കൂടിനകത്തോട്ട് നമ്മുടെ റൈസും ഇട്ട് ഞാൻ അതിനകത്ത് എക്സ്ട്രാ കളർ ആഡ് ചെയ്തില്ല കേട്ടോ. ഞാൻ നമ്മുടെ പാലിനകത്ത് മഞ്ഞപ്പൊടി മിക്സ് ചെയ്തപ്പോൾ ആ മഞ്ഞപ്പൊടിയുടെ ചെവിയൊന്നും നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഒരു ഡ്രൈ ലെമണും കുറച്ച് കുരുമുളക് പൊടിക്കാതെ കണ്ടല്ലോ അതും പച്ചമുളക് കൂടി ഇട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു വിസിൽ അടിക്കാന്നിടം വരെ വെയിറ്റ് ചെയ്യണം. പക്ഷേ എൻ്റെ കുക്കറിൽ ഒരു വിസിൽ അടിക്കാത്തതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മന്തി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത് വേറെ പാത്രത്തിലോട്ട് തട്ടിയിട്ടിട്ട് എടുത്ത് ചെയ്ത് എല്ലാവരും കഴിച്ചിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ കടയിലെ അത്ര പെർഫെക്റ്റിൽ നമുക്കത് കിട്ടത്തില്ല. കുറച്ച് മയണൈസും ഒക്കെ മിക്സ് ചെയ്ത് കഴിച്ചപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ നടന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ ബൈ.